ഹായ് ഗായ്സ്, ശബ്ദത്തുടുപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൽക്കിയുടെ അടുത്ത ട്രെയിലർ ആയിട്ട് വന്നിരിക്കുകയാണ്. കൽക്കി 2898 അല്ല, കൽക്കി 2898. അപ്പോൾ അതിന്റെ റിലീസ് ട്രെയിലർ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പ്ലേ ചെയ്യാമല്ലോ. വീണ്ടും എന്താ സമയമായിരിക്കുന്നു. ഭഗവാന്റെ ഉള്ളിലാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. ആ ഭഗവാനാണ് പാമ്പയുടെ ഉദരത്തിൽ. നാളെ കുഴപ്പമൊന്നും അയൺമാന്റെ മറ്റേ സാധനം എടുത്തില്ല. ഒരു ഒന്നൊന്നര പൗണ്ട് പ്രഭാസ് ഒറ്റ ഷോട്ട് നേരെ കോംപ്ലക്സിൽ. ഇവര് ഓപ്പോസിറ്റ് ആണ്. നിർത്തി. ഓക്കെ ഓക്കെ. എല്ലാരും അയൺമാന്റെ മറ്റേ സാധനം എടുത്ത് വെച്ചേക്കാണ് കാലിലും കയ്യിലും. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും എത്ര അവസരങ്ങൾ കിട്ടിയാൽ മാറാൻ കഴിയില്ല. യെസ്. ഓ, ആ look പറയൂല. കമലഹാസൻ ആ സൗണ്ട് കേൾക്കണം എങ്കില് ഇത് മിത്തോളജി അല്ലേ? വന്നല്ലോ. അയൺമാന്റെ നെഞ്ചത്തെ ഇതാണല്ലോ ഇത്. അതാണ് ഞാൻ പറഞ്ഞത്, അയൺമാൻ തന്നെ ഇതിനകത്ത് പറയുന്നത്. സ്റ്റാർ എല്ലാം ഉണ്ട്. ഇത് കൊള്ളാം. കേവലം മൃത്യുവാണ് ജയിക്കുന്നത്. ആ ഇടയ്ക്ക് ഒന്ന് BGM വാ 27 27 ലാസ്റ്റ് ഇതില് നമ്മള് ബുക്ക് മൈ ഷോ ആയിരുന്നു. ഇപ്പൊ പേടിഎം എല്ലാവർക്കും പ്രൊമോഷൻ കൊടുത്തിട്ട് അത് ഇതുപോലെ ഫസ്റ്റ് ട്രെയിലറിലും ബുക്ക് മൈ ഷോയും സെക്കൻഡില് പേടിഎം. ആ സിനിമ എങ്ങനെയുണ്ട് ട്രെയിലർ കണ്ടിട്ട്? എനിക്ക് മറ്റേ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിനകത്ത് എനിക്ക് മറ്റേതാണ് ഇത്തിരി ഫസ്റ്റ് ട്രെയിലർ. ഇതിൽ രണ്ടും കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ മിത്തോളജിയും പുതിയ ഇപ്പോഴത്തെ സയൻസ് ഫിക്ഷൻ്റെ ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട്. മറ്റേതിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇത് എന്തോ മറ്റേതിനേക്കാളും ഒരു ഈ ട്രെയിലർ എനിക്ക് എത്ര അങ്ങോട്ട് പിടിച്ചില്ല. മറ്റേന്റെ അത്ര പിടിച്ചില്ല. പ്രഭാസിന്റെ അമിതാഭ് ബച്ചന് നല്ല ഇതുണ്ടെന്ന് മറ്റതും എനിക്ക് അത്ര ബെറ്റർ ആയിട്ടല്ല തോന്നിയത്. ഞാൻ മറ്റേത് ഓക്കെയാണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് മറ്റേത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. പോരാ, മറ്റേന്റെ അത്ര പോരാ. സിനിമ ഇറങ്ങാൻ നോക്കാം. ഇന്ത്യയില് ഒരു വെറൈറ്റി തീമിൽ വരുന്ന ഒരു പടമല്ലേ, മിത്തോളജിയും ഇപ്പോഴത്തെ പുതിയ സയൻസ് ഫിക്ഷനും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു. ഇത്രയും വലിയ ബഡ്ജറ്റ്. അതെ, പ്രവാസിന് മാത്രം 150 കോടിയോ. കഴിഞ്ഞതിന് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് അയൺമാന്റെ ടച്ച് ആയിരുന്നു തോന്നുന്നത്. ആ ഒരു മറ്റേ ആ വില്ലൻ ഇടുന്ന മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, കൈ കൊണ്ട് പറഞ്ഞിട്ടൊക്കെ നെഞ്ചത്തില്ല. അത് അതുപോലെ സ്റ്റാർ വാർ എല്ലാം മിക്സ്ഡ് ആണ്. അത് പുതിയ ഇതിലോട്ട് കൊണ്ടുവന്നതാണ് സയൻസ് ഫിക്ഷനിലോട്ട്. കഴിഞ്ഞ ട്രെയിലറിലും പറഞ്ഞ പുതിയ പ്രപഞ്ചം വരും. ശോഭന ഇല്ലായിരുന്നല്ലോ ഇതില്. ശോഭന ഇതായിട്ട് വന്നിട്ടുണ്ട്. ശോഭനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ സാധാരണ കൽക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ മിത്തോളജിയിൽ ഇതല്ലേ, മറ്റേ വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം. ഇത് അതുമായിട്ട് ബന്ധമുള്ളതാണോ? അതും എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ആ കൽക്കി പുരാണവും മറ്റേ സയൻസ് ഫിക്ഷനും എല്ലാം കൂടെ മിക്സ് ചെയ്ത്. ഈ ഫസ്റ്റ് പറഞ്ഞല്ലേ, ഈ ദൈവം ഉദരത്തിൽ കിടക്കുന്ന മറ്റേ മഹാഭാരതത്തിൽ എന്തോ ഇങ്ങനെ ഒരു ഇത് പറയൂലേ, അതാണ് ഇനി ലോകാവസാനം നേരത്ത് ജനിക്കും എന്നാണ്ടൊക്കെ എന്നെ പറഞ്ഞേക്കുന്നത്. ആ കൽക്കി പുരാണം ഞാൻ വായിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. സിനിമ ഒരു നല്ല സിനിമ ആവാൻ നോക്കാം.
കാരണം ഇത്രയും ബഡ്ജറ്റിൽ ഒരു പുതിയൊരു തീമിൽ ഈ ഒരു ഇന്ത്യൻ സിനിമ വരുമ്പം നമ്മളെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യണം. അത് ഇത്ര ആക്ടേഴ്സും കിടക്കിയില്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കൊള്ളാങ്കിലല്ലേ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യം. കൊള്ളായിരിക്കും. കൊള്ളായിരിക്കാനാണ് ഒരാളുടെ പേര് വരുന്ന സിനിമ ആയിരിക്കുമല്ലോ, എല്ലാവരും നല്ല കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്റ്റാർസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ഫീൽഡിൽ നിന്നും എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും വന്നേക്കല്ലേ. മലയാളം ആയാലും തമിഴായാലും തെലുങ്കായാലും എല്ലാത്തുനിന്നും വന്നേക്കും. എന്തായാലും ലാഭം നല്ലോണം ക്രിയേറ്റ് ചെയ്യും അവര്. ഹിന്ദി എല്ലാ ലാംഗ്വേജിലും ഇറങ്ങുകയും ചെയ്യും അല്ലേ. അപ്പൊ എല്ലാവർക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ പഴയ ട്രെയിലറിനെക്കാളും എനിക്ക് മോശം അഭിപ്രായമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. വീണ്ടും എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയണം. അപ്പൊ ഞാനൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ സൃഷ്ടിക്കുകയല്ല. അപ്പൊ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞെന്നാണ്. അപ്പൊ എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു പുതിയൊരു തീമില്, പുതിയൊരു സബ്ജക്ട്, പുതിയൊരു തീം ആകുമ്പോൾ അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന രീതിക്ക് ഫസ്റ്റ് ട്രെയിലർ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇതും ഓക്കെയാണ്. ഫസ്റ്റ് ട്രെയിലറായിരുന്നു എനിക്ക് ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രെയിലർ എനിക്ക് എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അത് അപ്പൊ നമുക്ക് എന്തായാലും ജൂൺ 27-ന് തിയേറ്ററിൽ വെച്ച് കാണാം. ഇനി ട്രെയിലർ വല്ലതും വരും? ഇല്ല, നമുക്ക് ഇനി സിനിമ കണ്ട് റിവ്യൂ ഇടാം. ഓക്കെ അതൊക്കെ ഓക്കെ, സിനിമ കണ്ടിട്ട് നമുക്ക് ഇനി റിവ്യൂമായിട്ട് വരാം. അപ്പോഴ് ഇന്നത്തേക്ക് നമുക്ക് ഓക്കെ ബൈ.